رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي واهد قلبي بحق محمد صلى الله عليه وسلم. حب الوطن من الإيمان صدق رسول الله صلى الله عليه وسلم. ഏറെ ബഹുമാന ആദരവുകൾ നിറഞ്ഞ വന്യ തങ്ങൾ ഉസ്താദ് അവരുകൾ, പ്രിയപ്പെട്ട നജമുദ്ദീൻ തങ്ങൾ അവരുകൾ, നുഅ്മാൻ ഹാഷിമി ഉസ്താദ്, റിഫായി ഹാഷിമി ഉസ്താദ്, മറ്റു നമ്മളുടെ സ്ഥാപനത്തിന്റെ സ്റ്റാഫുമാർ, എൻ്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിം മക്കൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, 79ാം സ്വാതന്ത്ര്യദിന പുലരിയിലാണ് നമ്മളെവരും ഇപ്പോൾ ഉള്ളത്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ പൈതൃകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സഹസ്രാബ്ദങ്ങളായി ഇന്ത്യ മഹാരാജ്യം കാത്തുസൂക്ഷിച്ച ഒരു വിഷയമാണ് ഇന്ത്യയുടെ ബഹുസ്വരത എന്നുള്ളത്. ഇന്ത്യ മഹാരാജ്യം ബഹുസ്വരതയുടെ രാജ്യമാണ്. മഹാനായ കുഞ്ഞാലിമരക്കാർ അടുക്കലേക്ക് സാമൂതിരി രാജാവ് കാണാൻ വേണ്ടി വന്നപ്പോൾ കുഞ്ഞാലിമരക്കാർ പറഞ്ഞത്, പ്രിയപ്പെട്ട രാജാവേ, നമ്മളുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾക്കൊരു പ്രൊട്ടക്ഷനായി, നമ്മൾക്ക് ഏറ്റവും വലിയ കൈത്താങ്ങായുള്ളത് നമ്മളുടെ വാളുകളല്ല, നമ്മളുടെ പരിചകളല്ല, യുദ്ധക്കപ്പലുകളല്ല, മറിച്ച് നമ്മളുടെ ബഹുസ്വരതയാണ്, നമ്മളുടെ ഒത്തൊരുമിക്കലാണ്. ജാതി മത ഭേദമന്യേ നമ്മൾ ഒത്തൊരുമിച്ചാൽ ഒരാൾക്കും നമ്മളെ എതിർക്കാൻ കഴിയില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട മക്കളോട് പറയാനുള്ളത്, നമ്മൾ ഏതൊരു ജാതിക്കാരനാണെങ്കിലും അവനോട് വൈരാഗ്യം വെക്കാൻ പാടില്ല. സാഹോദര്യത്തോടു കൂടെ, സ്നേഹത്തോടു കൂടെ ജീവിക്കേണ്ടവരാണ് നമ്മൾ. ഇന്ത്യ മഹാരാജ്യത്തിന്റെ പൈതൃകം തന്നെ അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒത്തൊരുമിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ത്യ മഹാരാജ്യം, ഇന്ത്യ മഹാരാജ്യത്തിന് നമ്മൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ചെറിയ വിഷയമല്ല. ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കാൻ 2 നൂറ്റാണ്ടുകളോളം നീണ്ട 200 വർഷത്തെ പോരാട്ടമാണ് നമ്മളുടെ മുൻഗാമികൾ നടത്തിയത്. ഒരുപാട് ജീവനുകൾ ത്യജിച്ചവരാണ്, ഒരുപാട് രക്തപ്പുഴകൾ ഒഴിച്ചവരാണ്. മഹാനായ മുഗൾ വംശത്തിന്റെ അവസാന കണ്ണിയാണ് ബഹദൂർ ഷാ സഫർ. മഹാനവറുകളോട് മുസ്ലിമീങ്ങൾ മാത്രമല്ല, ജാതി മതഭേദമന്യേ എല്ലാ ജാതികളിലുള്ള ആളുകളും ഒത്തൊരുമിച്ച് പറഞ്ഞതാണ്, നിങ്ങൾ നമ്മളുടെ രാജ്യത്തിന്റെ തലപ്പത്ത് നിൽക്കണം. കാരണം നമ്മൾക്ക് ഒരു ഇന്ത്യ രാജ്യത്തിന്റെ തലപ്പത്ത് നിന്ന് നമ്മൾക്ക് വേണ്ടി യുദ്ധത്തിന് വേണ്ടി യുദ്ധം നയിക്കാൻ ഒരു നേതാവ് വേണമെന്ന് പറഞ്ഞ് മഹാനവറുകളെ നിയമിച്ചുകൊണ്ട് മഹാനവറുകളെ സ്വാഗതം ചെയ്ത് പറയുമ്പോൾ മഹാനവറുകൾ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുന്നു. അങ്ങനെ യുദ്ധത്തിന് വേണ്ടി പോരാടാൻ മഹാനവറുകൾ ഒരുങ്ങി ഒരുപാട് ദിവസങ്ങൾ കഴിയുമ്പോൾ മഹാനവറുകളെ ആ ബ്രിട്ടീഷുകാര് ജയിലിലടച്ചു. 2-3 ദിവസം ഭക്ഷണം കൊടുത്തില്ല. മഹാനവറുകൾ ചോദിക്കുകയാണ്, എനിക്ക് ഭക്ഷണം വേണം, വിശക്കുന്നു. അവസാനം 2 തളികയിൽ ഭക്ഷണം കൊണ്ടുകൊടുത്തപ്പോൾ തുറന്നു നോക്കുമ്പോൾ തന്റെ 2 ആൺമക്കളുടെ തലയൊട്ടിയാണ് അവരെടുത്തു വെച്ചത്. കൊടും ക്രൂരതയോടുകൂടെ മഹാനവറുകൾ കണ്ണീരോട് മനസ്സ് തളർന്ന് മഹാനവറുകൾ
മഹാനവറുകൾ ഇല്ല, എന്റെ മക്കളെ കൊന്നാലും എന്റെ ഈ രാജ്യത്തിന് വേണ്ടി ഞാൻ തോറ്റുതരാൻ സന്നദ്ധനല്ല എന്ന് പറഞ്ഞ മഹാനവറിൽ ഇന്ത്യക്ക് വേണ്ടി ജീവിച്ച മഹാനാണ്. അവസാനം മഹാനവറിൽ ജയിലിൽ വെച്ച് മരണപ്പെടുമ്പോൾ മഹാനവരുടെ കയ്യിൽ ഒരു കിടിയുണ്ടായിരുന്നു. അതിനെ തുറന്നു നോക്കുകയാണ് അവർ. മുഗൾ വംശത്തിന്റെ സ്വർണങ്ങളും മുത്തുകളും അതിൽ ഉണ്ടാകുമെന്ന വലിയ പ്രതീക്ഷയോടെ കൂടെ അവർ തുറന്നു നോക്കുമ്പോൾ മഹാനവറുകൾ അതിൽ എഴുതി വെച്ച ഒരു കുറിപ്പുണ്ടായിരുന്നു. അതോടുകൂടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരു പിടി മണ്ണുമുണ്ടായിരുന്നു. അവരോട് പറയാനുള്ളത് മഹാനവറുകൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പുറത്തു കൊണ്ടുപോയി എന്നെ മറമാടുകയാണെങ്കിൽ എന്റെ രാജ്യത്തിന്റെ ഈ മണ്ണിനെ എന്റെ ഖബറിൽ വെക്കണം. എന്റെ വസീയത്താണ് മഹാനവറുകൾ. സ്വരാജ്യ സ്നേഹമാണ്. പ്രിയമുള്ളവരെ, ഈ കഥ കേട്ടപ്പോ മനസ്സിലേക്ക് ഓട്ടി വന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കാണ്. സ്വരാജ്യ സ്നേഹം ഹുബ്ബുൽ വതനി മിനൽ ഈമാൻ. സ്വരാജ്യ സ്നേഹം ഈമാനിന്റെ ഒരു ഭാഗമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു. പ്രിയമുള്ളവരെ, ആ മുത്തുനബിയുടെ വാക്ക് പരിഗണിച്ചെങ്കിലും നമ്മളുടെ ഹൃദയത്തിൽ നമ്മളുടെ രാജ്യത്തോടുള്ള സ്നേഹം നമ്മൾക്ക് വേണം. ഇൻഷാ അല്ലാഹ് ഈ നമ്മൾക്ക് ഉറക്കെ ആർജവത്തോടുകൂടെ നല്ല ഉന്മേഷത്തോടുകൂടെ പറയാൻ കഴിയണം, നമ്മളുടെ രാജ്യം നമ്മൾക്കുള്ളതാണ്, ആർക്കും വിട്ടുകൊടുക്കാൻ നമ്മൾ സന്നദ്ധരല്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നല്ല രൂപത്തിൽ ഇന്ത്യയുടെ എല്ലാവിധ വിലക്കുകൾക്ക് നമ്മൾ പ്രാമുഖ്യം കൽപ്പിച്ച് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. എന്നിലേക്ക് അർപ്പിതമായ വിഷയം സ്വാഗതം പറയാനാണ് തങ്ങൾ ഉസ്താദവറുകൾ, മഞ്ഞ ശൈഖുന തങ്ങൾ ഉസ്താദവറുകളാണ് നമ്മളുടെ ഈ സദസ്സിന് നേതൃത്വം നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദവറുകൾക്ക് ദീർഘായുസ് നൽകി ഒരുപാട് കാലം നമ്മൾക്ക് നേതൃത്വം നൽകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഉസ്താദിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഒരുപാട് മക്കളും സ്വാഗതഗാനം പാടാനുള്ള മക്കളും ഉണ്ട്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി